കഴിഞ്ഞ 2 ആഴ്ചകളിലായി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. അതേക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ കൂടെ ഇന്ന് ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കത്തിലൊന്ന് ഓർപ്പിക്കുകയാണ്. ആദ്യത്തെ ആഴ്ച ഒരാളുടെ വാക്ക് വിശ്വസിക്കണമെങ്കിൽ 2 ഗുണങ്ങൾ അയാൾക്കുണ്ടായിരിക്കണം എന്ന് നാം പറഞ്ഞു. ഒന്ന്, അയാളുടെ സ്വഭാവം, ഹിസ് ക്യാരക്ടർ. 2, ഹിസ് എബിലിറ്റി, തൻ്റെ കഴിവ്. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടോ? ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംശയം വേണ്ട. ദൈവം ഭോഷ്ക് പറയാൻ കഴിയാത്തവനാണ്, സത്യവാനാണ്, മാറ്റമില്ലാത്തവനാണ്, വിശ്വസ്തനാണ്, നല്ലവനാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞാൽ അത് പാലിക്കുമോ ഇല്ലയോ എന്നൊരു സംശയം ഉദിക്കുന്നില്ല. 2, ദൈവത്തിന് വാക്ക് നിറവേറ്റാനുള്ള കഴിവുണ്ടോ? മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ നിറവേറ്റാൻ ആഗ്രഹമുണ്ടെങ്കിലും ചിലപ്പോൾ ഒത്തില്ലെന്ന് വരും. എന്നാൽ ദൈവത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ദർ ഈസ് നോ അൺഫോർസീൻ സർക്കംസ്റ്റൻസ് ഫോർ ഗോഡ്. കാണാത്ത, മുൻകൂട്ടി കാണാൻ കഴിയാത്തൊരു സാഹചര്യവും ദൈവത്തെക്കുറിച്ചില്ല. അതുകൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്താൽ അവൻ്റെ സ്വഭാവം അനുസരിച്ചും അവനതിന് കഴിവുള്ളതുകൊണ്ടും അത് തീർച്ചയായിട്ടും നിറവേറ്റും എന്നുള്ളതാണ് ആദ്യത്തെ ആഴ്ചയിൽ നാം പ്രധാനമായിട്ട് ചിന്തിച്ച കാര്യം. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം അങ്ങനെ വാഗ്ദത്തങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മനുഷ്യരായ നമുക്ക് അത് അതേപടി വിശ്വസിക്കാനായിട്ട്, അംഗീകരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ 3 കാര്യങ്ങളാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യത്തിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, അപ്പാരന്റ് ഡിലേ. വാഗ്ദത്തം ചെയ്തിട്ട് നിവർത്തിക്കാനായിട്ട് ദൈവം കാലതാമസം വരുത്തുന്നു എന്ന് നമുക്ക്, മനുഷ്യരായി നമുക്ക് തോന്നുകയാണ്. പത്രോസിന്റെ ലേഖനത്തിൽ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ അവൻ്റെ വാഗ്ദത്തം എവിടെ വരുമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി നാളായാലും ഇതുവരെ ഒന്നും സംഭവിക്കുന്നില്ലോ എന്ന് പറയുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് നാം വായിച്ചു. എന്നാൽ കർത്താവ് കാലതാമസം വരുത്തുകയല്ല. അവൻ്റെ താമസത്തിനൊരു കാരണമുണ്ട്. അത് നല്ല കാരണമാണ്. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുന്നുകൊണ്ട് താമസം വരുന്നുവെന്നേ ഉള്ളൂ എന്ന് നാം അവിടെ ചിന്തിക്കുകയായിരുന്നു. സോ ദർ ഇസ് എ വാലിഡ് റീസൺ ഫോർ ബിഹൈൻഡ് എവറി ഡിലേ. ദൈവത്തിൻ്റെ താമസമെന്ന് നമുക്ക് തോന്നുന്ന കാര്യമാണ് പറയുന്നത്. താമസമെന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിന് ദൈവത്തിന് വ്യക്തമായ, ന്യായമായ ഒരു കാരണമുണ്ട്. മാത്രമല്ല, ദൈവത്തിൻ്റെ ടൈം ടേബിളും നമ്മുടെ ടൈം ടേബിളും 2 ദൈവത്തിൻ്റെ വഴികളും നമ്മുടെ വഴികളും 2 ഗോഡ്സ് ടൈം ടേബിൾ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അവർ ടൈം ടേബിൾ. നാം ഉണ്ടാക്കുന്ന ടൈം ടേബിളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവം പ്രവർത്തിച്ചുവെന്ന് വരികയില്ല. അതുകൊണ്ട് ഡോണ്ട് ട്രൈ ടു ലിമിറ്റ് ഗോഡ് ഇൻ ടു യുവർ ടൈം ഫ്രെയിം ബോക്സ്. നാം ഉണ്ടാക്കുന്ന പെട്ടിക്കുള്ളിൽ ദൈവത്തെ ഒതുക്കാനായിട്ട് ശ്രമിക്കരുത് എന്നും നാം ഓർക്കുകയുണ്ടായി. ഹി വർക്ക്സ് അക്കോർഡിംഗ് ടു ഹിസ് ടൈം ടേബിൾ. ദൈവത്തിൻ്റെ ടൈം ടേബിൾ, കാര്യപരിപാടി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിന് 2 ഉദാഹരണങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ച നോക്കിയത്. ഒന്ന്, അബ്രഹാമിൻ്റെ ജീവിതമാണ്. അബ്രഹാമിന് സന്തതി നൽകും എന്ന് ദൈവം വ്യക്തമായി വാഗ്ദത്തം ചെയ്തു. എന്നാൽ അതിൻ്റെ കാലക്കണക്കൊക്കെ കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കുകയുണ്ടായി. പല വർഷങ്ങളായിട്ട് വന്ന് നിവൃത്തിയാകാത്തതുകൊണ്ട് അബ്രഹാമും സാറയും കൂടെ ഒരു ഷോർട്ട് കട്ട് അതിനെടുത്തു. ഹാഗാറിൽ നിന്ന് ഒരു പൈതൽ ഉളവാകാനായിട്ടിടയായി. അതുകൊണ്ട് അനേക പ്രശ്നങ്ങൾ, അന്നും ഇന്നും തുടരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് അറിയാം. നാം ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഫലം തൽക്കാലം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് അത് ദൈവികതമായിരിക്കണമെന്നില്ല എന്നുള്ള വലിയ സത്യവും നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഡോണ്ട് ട്രൈ ടു മേക്ക് തിങ്സ് ഈസിയർ ഫോർ ഗോഡ്. ദൈവത്തെ സഹായിക്കാനായിട്ട് ആരും ദൈവവഴി വിട്ട് ഒരു കാര്യവും ചെയ്യേണ്ടതായിട്ടില്ല. യോസേപ്പിന്റെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. യോസേപ്പിന് ദൈവം കൊടുത്ത ദർശനം, സ്വപ്നം, അത് അനേക വർഷം കഴിഞ്ഞാണ് നിറവേറിയത്. 22 വർഷത്തോളം എടുത്തു സ്വപ്നവും അതിൻ്റെ സാക്ഷാത്കാരവും തമ്മിൽ. അതിനിടയ്ക്ക് ഈ സ്വപ്നം ഒരു കാരണവശാലും നിറവേറുകയില്ല എന്ന് വിശ്വസിക്കാനുള്ള എല്ലാ സംഭവങ്ങളും യോസേപ്പിന്റെ ജീവിതത്തിലുണ്ടായി. അവനെ വിറ്റു, അവനെ കൊല്ലാൻ ശ്രമിച്ചു, അവനെ തടവറയിലാക്കി, അവന്റെ കൂട്ടുകാരവനെ മറന്നു കളഞ്ഞു. ഒരു നിലയിലും ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ചിരുന്ന കാലത്ത് ദൈവത്തിന്റെ ടൈം ടേബിൾ അനുസരിച്ച് തക്ക സമയത്ത് ദൈവം യോസേപ്പിനെ അധികാരിയാക്കുകയും അത് മുഖാന്തരം മിസ്രൈമിനും ഇസ്രയേലിനും
ലോകത്തിന് തന്നെ വലിയ നന്മ വരികയും ചെയ്തു. യോശുവയുടെ പുസ്തകം 23 അധ്യായത്തിൻ്റെ 14 വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 23 14 വാക്യം. അവിടെ നാം വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവം ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ളതായ ഒരു പ്രസ്താവനയാണ്. ഇതാ, ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധമായിരിക്കുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള, അതായത് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള നന്മകളിൽ ഒന്നുപോലും താഴെ വീണിട്ടില്ല, ഒന്നിനു പോലും കുറവ് വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായിരിക്കുന്നു. അതാണ് ദൈവ വാഗ്ദത്തങ്ങളുടെ പ്രത്യേകത. താമസമുണ്ടെന്ന് തോന്നിയാലും തക്ക സമയത്ത് അത് ദൈവം നിവർത്തിക്കും. ഇനി ഇന്ന് പറയാനുള്ള കാര്യത്തിലേക്ക് പോകട്ടെ. ഇന്നും താമസത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകാം എന്ന് വിചാരിക്കുക. പുതിയ നിയമത്തിൽ വളരെ കുഴപ്പം പിടിച്ച, വളരെ പ്രയാസമുളവാക്കുന്ന ഒരു താമസം കർത്താവ് വരുത്തിയതായിട്ട് തോന്നാനുള്ള സാധ്യതയുള്ള ഒരു വേദഭാഗമുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായമാണ്. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അവിടെ യോഹന്നാൻ 11 ലാസർ ദീനമായി കിടന്നു എന്ന് 2 വാക്യത്തിൽ വായിക്കുന്നു. അതിൻ്റെ 3 വാക്യത്തിൽ അവന്റെ അടുക്കൽ സഹോദരിമാർ ആളയച്ച് നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നുവെന്ന് അറിയിച്ചു. അതിൻ്റെ 5 വാക്യത്തിൽ യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു, എന്നിട്ടും അവൻ ദീനമായി കിടന്നുവെന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. ഇവിടെ കർത്താവ് വാഗ്ദത്തം നിവർത്തിക്കുന്ന ബന്ധത്തിലുള്ള താമസമല്ല, കർത്താവിന്റെ പ്രവർത്തന ശൈലിയിൽ ഉണ്ടായ ഒരു താമസം. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ലാസറിന് സുഖമില്ല എന്ന് ദീനമായി കിടക്കുന്നു എന്ന് അറിയിച്ചു. ലാസറിനെയും സഹോദരിമാരെയും കർത്താവ് വളരെ സ്നേഹിച്ചു, തനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഭവനമായിരുന്നു എന്നുകൊണ്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും നാം വായിക്കുന്നത് അവർ 2 ദിവസം കൂടെ അവിടെ പാർത്തു. അതൊരു ഡിലേ, നമ്മുടെ നോട്ടത്തിൽ ഒരു താമസമാണ്. ദീനമായി കിടക്കുന്നു എന്ന് അറിയുമ്പോൾ ഉടനെ വന്ന് സുഖമാക്കുകയല്ലേ വേണ്ടത്. എന്നാൽ കർത്താവ് 2 ദിവസം കൂടെ അവിടെ താമസിച്ചു. ഒടുവിൽ കർത്താവ് വന്നു, പക്ഷെ വളരെ ലേറ്റായിട്ടാണ് വന്നത്. 17 വാക്യം, യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. ദീനമായി കിടക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയിച്ചതാ. എന്നിട്ട് അവിടെ താമസിച്ചു. പിന്നെ വന്നു. എപ്പോ വന്നു? 4 ദിവസമായി കഴിഞ്ഞപ്പോ വന്നു. അപ്പോ നോട്ട് ഓൺലി ദാറ്റ് ഹി വാസ് ലേറ്റ്, ഹി വാസ് വെരി ലേറ്റ്. മരിച്ച ഉടനെയെങ്കിലും വന്നില്ല, കല്ലറയിൽ വെച്ച് 4 ദിവസമായി കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പൊ നമ്മുടെ ദൃഷ്ടിയിൽ, മനുഷ്യന്റെ ദൃഷ്ടിയിൽ കർത്താവിന്റെ പ്രവർത്തന വിധം വളരെ വൈകിപ്പോയി. ടൈമിങ് തെറ്റിപ്പോയി. അസുഖമായിരുന്നപ്പോഴായിരുന്നു വന്ന് സുഖപ്പെടുത്തേണ്ടത് എന്നാണ് നമ്മുടെ ചിന്ത. എന്നാൽ കഥ, അതിന്റെ ബാക്കി അറിയാവുന്ന നമുക്കറിയാം, അത് അങ്ങനെയല്ലായിരുന്നു. താൻ താമസിച്ചതിന് പിന്നിൽ വളരെ വലിയ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിൽ മാർത്ത പറയുന്ന ഒരു വാക്ക് 21 വാക്യത്തിലുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. നീ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കയില്ലായിരുന്നു. അപ്പോൾ രോഗമായി കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴായിരുന്നു നീ വരേണ്ടത്, ഇപ്പോഴല്ല വരേണ്ടത്. ഇപ്പൊ ഒത്തിരി താമസിച്ചു പോയി. എന്നാൽ അതിന്റെ ബാക്കി സംഭവം അറിയാവുന്ന നമുക്കറിയാം. കർത്താവ് ഒട്ടും താമസിച്ചില്ല. എന്തുകൊണ്ടാണ് കർത്താവ് താമസിച്ചത്? കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട കാനവച്ചൻ ഒരിക്കലും ഈ ഭാഗത്തെക്കുറിച്ചൊരു പ്രസംഗം ചെയ്ത് ഞാൻ കേട്ടു. അപ്പൊ അദ്ദേഹം തന്റെ ശൈലിയിൽ ഇങ്ങനെ പറഞ്ഞു, ഈ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ കർത്താവ് വന്നിരുന്നെങ്കിൽ പിന്നീട് പെങ്ങന്മാര് പറഞ്ഞേനെ, ഞങ്ങളുടെ ഇച്ചായന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പനി വരാറുള്ളതാ, ഈ പ്രാവശ്യം പനി വന്നപ്പോൾ ഏതായാലും യേശു ഉണ്ടായിരുന്നു, അതിന് പെട്ടെന്ന് സുഖപ്പെട്ടു, ഒരാഴ്ച കൊണ്ട് ആള് ഓക്കെ ആയി എന്ന് പറഞ്ഞേനെ. അവിടെ കർത്താവിന് എന്തേലും മഹത്വം കിട്ടുമോ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന്? പനിയായിരുന്നു, ഇപ്പം വേലും മാറി, ഈ പ്രാവശ്യം കർത്താവോടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഹത്വം കർത്താവിന് കിട്ടുകയില്ല.
താൻ ചെയ്യുന്ന സകല പ്രവൃത്തികളും നമുക്കറിയാം. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ താൻ ദൈവമാണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ലക്ഷ്യം. അത് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷത്തിലെ വിഷയം തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ്. അവൻ ദൈവമാണ് എന്ന് തെളിയണമെങ്കിൽ അസാധാരണമായ എന്തെങ്കിലും ചെയ്താലേ തെളിയൂ. പനി മാറ്റിയത് കൊണ്ടിപ്പം പനി മാറിയത് സ്വാഭാവികമായിട്ട് മാറിയതായിരിക്കും, അല്ലെ വല്ല പച്ചമരുന്നും കൊടുത്തിട്ട് മാറിയതായിരിക്കും എന്ന് വേണേ വിചാരിക്കാം. ദൈവത്തെ അവിടെ പ്രത്യേകിച്ച് തെളിയുകയോ കർത്താവിന് പ്രത്യേകിച്ച് മഹത്വം കിട്ടുകയോ ചെയ്യുന്നില്ല പനി മാറിയത് കൊണ്ട്. എന്നാൽ കർത്താവ് ഒരു പ്രത്യേക സന്ദർഭത്തിന് വേണ്ടി കാത്തിരുന്നു. ഏത് സന്ദർഭത്തിന് വേണ്ടി? ടു പ്രൂവ് ഹിസ് ഡിയറ്റി. വേറെ ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത, ദൈവത്താൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യം നിവർത്തിക്കാനായിട്ട് കർത്താവ് താമസിച്ചു. അപ്പോൾ കർത്താവിന്റെ താമസത്തിന്റെ പിന്നിൽ തൻ്റെ മഹത്വം ഒരു വലിയ ലക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തിലും താൻ പ്രവർത്തിക്കാൻ താമസിക്കുന്നത് തനിക്ക് കൂടുതൽ മഹത്വം കിട്ടാൻ വേണ്ടിയാണ്. Sometimes the Lord delays his activities or interference that he might get more glory. അവന്റെ നാമം കൂടുതൽ മഹത്വപ്പെടണം. അതോട് ഉദ്ദേശിച്ചാണ് കർത്താവ് ചിലപ്പോൾ താമസിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഏതായാലും 4 ദിവസം നമ്മുടെ ഭാഷയിൽ വൈകി, 4 ദിവസം ലേറ്റായിട്ട് കർത്താവ് വന്നു കഴിഞ്ഞവിടെ നടന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും പ്രസിദ്ധമായ ചില സത്യങ്ങൾ, വാചകങ്ങൾ കർത്താവ് പറഞ്ഞു. 25-ാം വാക്യത്തിൽ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണ്, സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് വെറുതെ കർത്താവ് എന്ന് പറഞ്ഞതല്ല, മരണത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ഈ സ്റ്റേറ്റ്മെന്റ് പറയത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം കർത്താവോട് സൃഷ്ടിക്കുകയായിരുന്നു. വെറുതെ എന്ന് പറഞ്ഞതല്ല, മരണത്തിന്റെ മുഖത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. നാറ്റം വെച്ച ലാസറിന്റെ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ പുനരുത്ഥാനം ജീവനുമാകുന്നു. അവിടെ 26-ാം വാക്യത്തിൽ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. 27-ാം വാക്യം നോക്കുക. അവൾ അവനോട്, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീയാണ്. അത് തെളിയിക്കാനുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭം കർത്താവ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. പനി മാറിയിരുന്നെങ്കിൽ അത് തെളിയിക്കാൻ പറ്റുകയില്ല. എന്നാൽ ഇവിടെ മരിച്ചയാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് 23-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്. മരിച്ചയാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിലാണ് അവൻ വാസ്തവത്തിൽ ലോകത്തിൽ വരുവാനുള്ള ക്രിസ്തുവാണ്, ദൈവപുത്രനാണ് എന്ന് തെളിയിക്കാൻ ഏറ്റവും പറ്റിയ സന്ദർഭം. അതിനൊരു സന്ദർഭം ദൈവം ഒരുക്കിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം താമസിക്കുന്നു എന്ന് തോന്നുമ്പോൾ അവൻ ആരാണ്, അവന്റെ മഹത്വം എന്താണ് എന്ന് വെളിപ്പെടുത്താനുള്ള സന്ദർഭങ്ങൾ ദൈവം ഒരുക്കുകയാണ് എന്ന് നാം ഓർത്തിരിക്കണം. അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്നൊക്കെ 32-ാമത്തെ വാക്യത്തിൽ സഹോദരി പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ താഴെ നാം വായിക്കുമ്പോൾ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് കർത്താവ് പറഞ്ഞു. എന്നിട്ട് അതിന്റെ 43-ാം വാക്യത്തിൽ, മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായിരുന്ന ലാസറിനെ പേര് ചൊല്ലി വിളിച്ച്, ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്ത് വന്നു. എന്തൊരു അത്ഭുതകരമായൊരു കാര്യമാണ്. ഈ മഹാത്ഭുതം നിർവഹിക്കുവാൻ താമസം ആവശ്യമായിരുന്നു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ താമസം ആവശ്യമായിരുന്നു. താൻ ദൈവമാണ് എന്ന് വെളിപ്പെടുത്തുവാൻ മരിച്ച് 4 ദിവസമാകേണ്ടതും ആവശ്യമായിരുന്നു. ഇവിടെ യഹൂദന്മാരെ സംബന്ധിച്ച് ഒരു പ്രത്യേക കാര്യം ഇവിടെ ഈ 4 ദിവസം എന്നുള്ളതിലുണ്ട്. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് 3 ദിവസം മരിച്ച ആളുടെ ആത്മാവ് അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുമെന്നാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെ ചിലർക്ക് ചെറിയ വിശ്വാസമൊക്കെ ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ വീടിൻ്റെ അതിലെയൊക്കെ നടക്കുമെന്നൊക്കെ നമ്മുടെ നാട്ടിലൊരു വിശ്വാസമുണ്ട്. യഹൂദന്മാർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. 3 ദിവസം മരിച്ച ആള്
അതിലെയൊക്കെ അതിൻ്റെ ആത്മാവ് അതിലെയൊക്കെ കറങ്ങിയൊക്കെ നടക്കും. 3 ദിവസം കഴിഞ്ഞാൽ ഒന്നുകിൽ യാതനാ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പറുദീസയിലേക്ക് പോകും. പിന്നെ വിളിച്ചു വരുത്താൻ ആരെ കൊണ്ടും സാധിക്കില്ല. ഇത് യഹൂദന്മാരുടെ വിശ്വാസമായിരുന്നു. 3 ദിവസം കഴിഞ്ഞാൽ ആള് പോയി. പിന്നെ നിത്യത, അതിന്റെ 2 ഭാഗം, നല്ല സ്ഥലത്തേക്കോ ചീത്ത സ്ഥലത്തേക്കോ ആളെ പറഞ്ഞയക്കുകയാണ്. അവിടുന്ന് തിരിച്ചു വരുത്താൻ ഒരു മനുഷ്യന് സാധിക്കുകയില്ല. അവിടുന്ന് തിരിച്ചു വരുത്താൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഞാനിതിന് മുൻപ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സീരീസ് എടുത്തിട്ടുണ്ട്, മെസ്സിയാനിക് മിറക്കിൾസ് എന്ന് പറഞ്ഞ്. നിങ്ങൾ എത്ര പേർ ഓർക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. മശിഹ വരുമ്പോൾ ചെയ്യുന്ന ചില അത്ഭുതങ്ങൾ എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്ന ചില അത്ഭുതങ്ങളുണ്ട്. ഈ പർട്ടിക്കുലർ അത്ഭുതങ്ങൾ മശിഹ വരുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ. അത് വേറെ ആർക്കും ഈ അത്ഭുതം ചെയ്യാനൊക്കെ ഇല്ല. കുഷ്ഠരോഗിയെ സുഖമാക്കുക, പിറവിക്കുരുടന് സൗഖ്യം കൊടുക്കുക, ഊമനും ബധിരനുമായ ആളെ സൗഖ്യപ്പെടുത്തുക, പിന്നെ മരിച്ച് 3 ദിവസം കഴിഞ്ഞ ആളെ ഉയർപ്പിക്കുക. അതൊരു മെസ്സിയാനിക് മിറക്കിളാണ്. അപ്പോൾ യഹൂദന്മാരുടെ അന്നത്തെ വിശ്വാസം അനുസരിച്ച് അവരുടെ രേഖകൾ, അവരുടെ എഴുത്തുകളിൽ ഇത് എഴുതിയിട്ടുണ്ട്. മെസ്സിയാനിക് മിറക്കിൾസിൽ ഒന്നായിരുന്നു 3 ദിവസം കഴിഞ്ഞയാളെ ഉയർപ്പിക്കുക എന്നുള്ളത്. അതെന്താ 3 ദിവസം കഴിഞ്ഞെന്ന് പറയുന്നത്? അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, 3 ദിവസത്തിനുള്ളിലാണ് എങ്ങനെയും ചിലപ്പോൾ ഒത്തേക്കും. കാരണം ആത്മാവ് അവിടെയൊക്കെ ഉണ്ട്. എന്നാൽ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ മശിഹായിക്ക് മാത്രമേ ഉയർപ്പിക്കാൻ കഴിയൂ. കർത്താവ് താമസിക്കാനുള്ള ഒരു കാരണം അതുകൂടെ ആയിരുന്നു എന്ന് വേണം ആ കോണ്ടെക്സ്റ്റിൽ നാം വിശ്വസിക്കാൻ. നമുക്കറിയാം, കർത്താവ് ചെയ്ത പരസ്യ ശുശ്രൂഷയിലെ ഏറ്റവും ഒടുവിലത്തെ അത്ഭുതങ്ങളിൽ ഒന്നാണിത്. ഇതോടെ പരസ്യ ശുശ്രൂഷ അവസാനിക്കുക. അനേക അത്ഭുതങ്ങൾ ചെയ്തു. താൻ ദൈവമാണെന്നുള്ളതിന് അനേക തെളിവുകൾ, ഞാനാകുന്നുവെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ അനേക വട്ടം പറഞ്ഞു. ഇവിടെയും ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നുവെന്ന് പറഞ്ഞു. താൻ ആരാണെന്ന് തെളിയിക്കാനുള്ള അനേക കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു കഴിഞ്ഞു. അതിൽ തൻ്റെ മശിഹാത്വം സ്ഥാപിക്കാനായിട്ടുള്ള ഒടുവിലത്തെ ആണി അടിക്കുകയാണ് ഇവിടെ. ഒടുവിലത്തെ ആണി അടിക്കുക എന്താ? 4 ദിവസം അയാളെ ഉയർപ്പിക്കും. അപ്പൊ യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് തന്നെ ആ ആള് മശിഹായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒക്കെയില്ല. നിങ്ങൾ ഇതിന്റെ താഴെ ഇപ്പൊ നമുക്ക് വായിക്കണ്ട, നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. യഹൂദന്മാർക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ അത്ഭുതങ്ങളൊന്നും ഇതാണ്. ഇതോടെ ആയപ്പോഴാണ് അവർ പറഞ്ഞത്, സകലരും ഇവന്റെ പുറകെ ആയിപ്പോയല്ലോ. 47 വാക്യത്തിലുണ്ട്, ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നല്ലോ, ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അവർക്ക് തന്നെ മനസ്സിലായി, മശിഹ അത്ഭുതങ്ങളിൽ മെസ്സിയാനിക് മിറക്കിൾസിൽ ഒന്നാണ് ഇപ്പൊ യേശു ചെയ്തത്. ഇങ്ങനെ വിട്ടാൽ കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എന്തെങ്കിലും ചെയ്യണം, അവനെ കൊല്ലണം എന്ന് അവര് തീരുമാനിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സാഹചര്യം ഇതാണ്. താഴോട്ട് വായിച്ചാൽ അവിടെ അത് എഴുതിയിട്ടുണ്ട്. അവരെ കൊല്ലണമെന്ന് അതിന്റെ 52 വാക്യത്തിലുണ്ട്. അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അപ്പോ യേശുവിനെ കൊല്ലണമെന്ന് ചിന്തിക്കത്തക്കവണ്ണമുള്ള ഒരത്ഭുതമാണ് യേശു ചെയ്തത്. ഇവിടെ ഇടയ്ക്കൊരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. അതിന്റെ 12-11 ലാസറേയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചെന്ന്. ആ വാക്യം വായിക്കുമ്പോൾ എനിക്ക് ചിരി വരും. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായിട്ട് എഴുന്നേറ്റ് കിടക്കുക. ഇവർ പറയും ഇവനെ കൊല്ലണം. നമുക്ക് ഇവനൊന്ന് ചത്ത് നാറ്റം വെച്ചതാ, എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് കിടക്കുക. ഇവർ പറയാ ഇവനെ നമുക്ക് കൊല്ലണമെന്ന്. അവനെ കൊന്നിട്ട് എന്താ കാര്യം? അവൻ നേരത്തെ മരിച്ചതാ. മരിച്ച് എഴുന്നേറ്റ് വന്ന് അവനെ പിന്നെയും കൊല്ലണമെന്ന് പറയുകയാണ്. ആകട്ടെ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, കർത്താവ് വരുത്തിയ താമസം വളരെ മീനിങ്ഫുൾ ഒരു താമസമാണ്. അത്ഭുതകരമായി തൻ്റെ ദൈവത്വം, തൻ്റെ മശിഹാത്വം തെളിയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു അത്ഭുതം അവിടെ നിവർത്തിക്കാൻ വേണ്ടിയാണ് താൻ സ്നേഹിച്ചിരുന്ന ആ കുടുംബത്തിൽ ഒരു വിഷമം ഉണ്ടായപ്പോ കർത്താവ് വരാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഈവൻ വെൻ ജീസസ് ഈസ് 4 days late, he is still on time. യേശു 4 ദിവസം വൈകിയാണ് വന്നതെങ്കിലും
അവൻ കൃത്യസമയത്താണ് വന്നത്. ദൈവത്തിന്റെ കലണ്ടറിൽ, ദൈവത്തിന്റെ പ്രോഗ്രാമിൽ, ദൈവത്തിന്റെ ടൈം ടേബിളിൽ മശിഹ ഈ ലോകത്തിൽ വന്ന് സാധിക്കേണ്ട അത്ഭുതകരമായ ആ ദൗത്യത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി യോഹന്നാൻ 11 ഇരിക്കണം. അതിരിക്കണമെങ്കിൽ പനിയുള്ളപ്പോൾ യേശു വന്നാൽ പറ്റുകയില്ല, മരിച്ച ഉടനെ വന്നാലും പറ്റുകയില്ല, മരിച്ച് 4 ദിവസം കഴിഞ്ഞ് വന്നാലേ ഈ പറഞ്ഞ കാര്യം സാധിക്കൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു താമസം കർത്താവ് വരുത്തിയത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാനായിട്ട് ചിലപ്പോൾ താമസിക്കുന്നുവെന്ന് നമുക്ക് തോന്നും. എന്നാൽ ദൈവത്തിന്റെ ഉന്നതമായ കാര്യപരിപാടികൾ, ഉദ്ദേശങ്ങൾ നിവർത്തിക്കുന്നതിന്, അവന് മഹത്വമെടുക്കുന്നതിന് ആ താമസം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അല്പം വിഷമമൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അവർക്കും വിഷമം ഉണ്ടായല്ലോ സഹോദരൻ മരിച്ചപ്പോ. എന്നാൽ അതെല്ലാം ദൈവത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശത്തിന്റെ അവന്റെ മഹത്വത്തിന് വേണ്ടി അവൻ ആക്കി തീർക്കുകയായിരുന്നു. അത് വിശ്വസിക്കുക. അവന്റെ മഹത്വത്തിനായി അവൻ പ്രവർത്തിക്കുന്നു. അവന്റെ ടൈം ടേബിൾ അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. 4 ദിവസം വൈകിയാലും അവൻ കൃത്യസമയത്താണ് പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ സംഭവത്തിൽ നിന്ന് പഠിക്കാനുള്ള അനേക പാഠങ്ങളിൽ ഒരു പാഠം അതാണ്. അപ്പോൾ നാം പറഞ്ഞത് ദൈവത്തിന്റെ വാഗ്ദത്തം എവിടെ? താമസം കൊണ്ട് ആളുകൾ ചോദിച്ചു പോവുകയാണ്. അപ്പോൾ ദൈവവാഗ്ദത്ത നിവൃത്തിക്ക് മനുഷ്യരായി നമുക്ക് പ്രായോഗികമായുള്ള വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അപ്പാരന്റ് ഡിലേ, താമസമെന്ന് തോന്നുന്ന കാര്യങ്ങൾ. ഇനി രണ്ടാമത്, ദൈവവാഗ്ദത്തങ്ങളുടെ നിവൃത്തിയിൽ ആശ്രയിക്കാനും വിശ്വസിക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. അത് അപ്പാരന്റ് ഇംപ്രോബബിലിറ്റിയാണ്. ഇംപ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അസംഭവ്യത എന്ന് മലയാളത്തിൽ പറയും. സംഭവിക്കാൻ ഇടയില്ലാത്ത, സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം. ആദ്യം പറഞ്ഞത് താമസം, 2 അസംഭാവ്യത, അപ്പാരന്റ് ഇംപ്രോബബിലിറ്റി. ഇത് സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത സാഹചര്യം, പക്ഷെ അതിനെ സംബന്ധിച്ച് ദൈവം ചില വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആ വാഗ്ദത്തം നിറവേറാൻ ഒരു സാധ്യതയുമില്ല. 1-2 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്, എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് പറയുക. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ എബ്രായ ലേഖനത്തില് 11-ാം അധ്യായത്തിൽ നമ്മൾ അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നോക്കിയേ. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ഇനി റോമാലേഖനത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. ഇതേ കാര്യം തന്നെ റോമാലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വസ്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഇവിടുത്തെ സാഹചര്യം നാം ഈ വായിച്ച ഭാഗം ഒന്ന് നോക്കിയേ. അവിടെ 3 പ്രാവശ്യം വാഗ്ദത്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 18-ാം വാക്യത്തിൽ അരുളി ചെയ്തു എന്ന് പറയുന്നത് വാഗ്ദത്തം കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അതിന്റെ 20-ാമത്തെ വാക്യം, വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. 21-ാം വാക്യം 20-ാം വാക്യം അത് കഴിഞ്ഞ് 21, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തൻ. ഇവിടുത്തെ ഇംപ്രോബബിലിറ്റി എന്താ? സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം എന്താ? അബ്രഹാമിനും സാരയ്ക്കും മക്കളുണ്ടാകാനുള്ള പ്രായം കഴിഞ്ഞു, പുത്രോത്പാദനത്തിനുള്ള കഴിവ് ഇല്ല. ഇംപ്രോബബിലിറ്റി മാത്രമല്ല, ഇംപൊട്ടൻസിയും ഉണ്ട്, നിർജീവത്വമുണ്ട്. അസംഭവ്യത മാത്രമല്ല, നിർജീവത്വം, ശരീരം നിർജീവമായി പോയി.
എന്നാൽ ഇവിടെ വാഗ്ദത്തം കിടക്കുക. എന്താ വാഗ്ദത്തം കിടക്കുന്നത്? 18-ാം വാക്യത്തിലുണ്ട്, നിന്റെ സന്തതി ഇവണ്ണമാകും. 17-ാം വാക്യം, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. വാഗ്ദത്തം ഒരു വശത്ത് കിടക്കുന്നു. എന്താ വാഗ്ദത്തം? നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ആകും. വാഗ്ദത്തം പണ്ടേ ചെയ്തതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. അതൊരു വശത്ത് കിടക്കുക. പക്ഷേ അത് നിറവേറാനുള്ള സാധ്യത തീരെയില്ല. എന്തുകൊണ്ടില്ല? ശരീരത്തിന്റെ നിർജീവത്വം, അവരുടെ പ്രായത്തിന്റെ കൂടുതൽ, പ്രായം കഴിഞ്ഞു, പുത്രോത്പാദനത്തിന് ശക്തിയില്ല, ശരീരം നിർജീവമായി പോയി, ഇംപ്രോബബിൾ ആൻഡ് ഇംപൊട്ടന്റ്. സാധ്യതയുമില്ല, മക്കളെ ഉൽപ്പാദിക്കാനുള്ള പൊട്ടൻസി, കഴിവുമില്ല. ഇത് രണ്ടുമില്ല. പക്ഷെ വാഗ്ദത്തം അവിടെ കിടക്കുക. ഇവിടെ രസകരമായൊരു കാര്യം, അബ്രാം എന്നായിരുന്നു അബ്രാമിന്റെ പേര്. എല്ലാവർക്കും അറിയാമല്ലോ. അബ്രാം എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റ് ഫാദർ, മഹാനായ പിതാവ് എന്നാണ് എൻ്റെ അർത്ഥം. അബ്രഹാം എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് മെനി ചിൽഡ്രൻ, അനേക സന്തതികളുടെ അപ്പനെന്നാണ്. ഈ പേര് മാറ്റിയത് മകൻ ഉണ്ടായിക്കഴിഞ്ഞല്ല, ഒരു മക്കളും ഇല്ലാതിരുന്ന കാലത്താണ് ദൈവം ഈ പേര് മാറ്റിയത്. അപ്പൊ നമ്മള് അബ്രാമിന്റെ കൂടാരത്തിൽ ഒന്ന് ചെന്ന് അബ്രാമിനെ പരിചയപ്പെട്ടാൽ അബ്രാം ഇങ്ങനെ പറയുകയാണ്, ഇത് എൻ്റെ ഭാര്യ സാറ, ഞങ്ങൾ ഇവിടെ താർക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കുക, പിള്ളേർക്ക് എന്ത് ചെയ്യും? പിള്ളേരില്ലേ? അപ്പൊ പേര്, അനേക മക്കളുടെ അപ്പൻ എന്നാണല്ലോ പേര്, പിള്ളേരൊന്നും ഇല്ലേ, പിന്നെ ഈ പേരെന്തുവാ? അപ്പൊ അബ്രാം എന്തോ മറുപടി പറയും. എന്താ പറയും? ഇപ്പൊ പിള്ളേരില്ല, പക്ഷെ ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, അത് വിശ്വസിച്ച് ഈ പേരെടുത്തിരിക്കുക. ഇപ്പൊ മക്കളില്ല, എന്നാൽ ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞത് വിശ്വസിച്ച് ഈ പേര് എടുത്തിരിക്കുക. അതിന്റെ ബാക്കി പത്രം നമുക്കറിയാം. ശരീരം നിർജീവമായിരുന്നിട്ടും നമ്മളിവിടെ വായിച്ചതുപോലെ വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കും എന്ന് പൂർണ്ണമായി ഉറച്ചു. 21-ാം വാക്യം. പ്രിയപ്പെട്ടവരെ, even when there is impotency, even when there is improbability, we have to trust that God will fulfill his promise. നിർജീവത്വവും കഴിവുകേടും അസംഭവ്യതയും ഉള്ളപ്പോഴും ദൈവം അരുളി ചെയ്ത തന്റെ വാഗ്ദത്തം നിവർത്തിക്കുമെന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. അതാണ് അവർ ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നത്. ആശയ്ക്ക് വിരോധമായി ആശയോട്. അവിടെ 21-ാം വാക്യം നല്ലൊരു വാക്യമാണ്. വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തൻ. നാം വിശ്വസിക്കുന്നത് അതാ. സംഭവ്യമാണ് എന്നുള്ളതല്ല, ശരീരത്തിന് ശക്തി ഉണ്ടോ, പൊട്ടൻസി ഉണ്ടോ എന്നുള്ളതല്ല, പ്രോബബിലിറ്റി ഉണ്ടോ എന്നുള്ളതല്ല. പിന്നെന്താ വിശ്വസിക്കേണ്ടത്? ദൈവം വിശ്വസ്തനാണ്. അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തൻ. അതാണ് വിശ്വാസം. ഈ വിശ്വാസത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യർക്ക് അനേക ധാരണകളാണ് വിശ്വാസം. ഇന്നത്തെ ക്രൈസ്തവ കൂട്ടങ്ങളിലൊക്കെ ചിലയിടത്ത് പറയുന്നത്, നിനക്ക് BMW കാറ് കിട്ടുമെന്ന് നീ വിശ്വസിക്കണം, വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ഇന്നോവ വേണം, ഇന്ന കളറ് വേണം, അത് വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചാൽ കിട്ടും എന്നാണ് ചില പ്രസംഗരൊക്കെ പ്രസംഗിക്കുന്നത്. വളരെ ഫണ്ണി ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് വിശ്വാസം എന്താ? അവരുടെ മനസ്സിൽ അവർക്ക് തോന്നുന്ന ആഗ്രഹമാണ് വിശ്വാസം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, എനിക്ക് BMW കിട്ടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു, അത് ദൈവം നിവർത്തിക്കുമെന്നാണ് അവർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം നിറവേറുമെന്നുള്ള ഉറച്ച ഉറപ്പല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം ദൈവം നിറവേറ്റുമെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ഇത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. എന്തേലും വിശ്വസിച്ചുകൊണ്ട് അത് വിശ്വാസമല്ല, അത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടും അത് വിശ്വാസമല്ല. ദൈവസന്നിധിയിൽ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു കാര്യം ദൈവം നിറവേറ്റുമെന്ന്, ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് റിലയബിലിറ്റി, ദൈവത്തിന്റെ വിശ്വസ്തതയിലും വിശ്വാസ യോഗ്യതയിലുമുള്ള നമ്മുടെ ശരണം, അതാണ് വിശ്വാസം. അല്ലാതെ എനിക്ക് തോന്നുകയാണ് നാളെ എനിക്ക് കൊട്ടാരം കിട്ടും, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ആ വിശ്വാസത്തിന് അടിസ്ഥാനമില്ല, അത് ബേസ്ലെസ് ആണ്.
എന്നാൽ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം ദൈവം നിവർത്തിക്കണമെന്ന് ഞാൻ വിശ്വസിച്ച് അതിനുവേണ്ടി കാത്തിരുന്നാൽ അതാണ് വേദപുസ്തക പ്രകാരം വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ ആ വിശ്വാസത്തിന്റെ നല്ലൊരു നിർവചനമാണ് 21 വാക്യം. വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തൻ. ഞാൻ ആ ഭാഗം എടുത്തേ. അപ്പോ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇംപോർട്ടന്റ് ആൻഡ് ഇംപ്രോബബിൾ, നിർജീവത്വം, പിന്നെ സംഭവ്യതയില്ല. എങ്കിലും അവര് വിശ്വസിച്ചു. ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തനെന്ന് വിശ്വസിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാമം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ചുറ്റും നോക്കുമ്പോൾ സാഹചര്യമില്ല, സംഭവ്യതയില്ല. എങ്കിലും ദൈവം വാക്ക് പറഞ്ഞതുകൊണ്ട് അവന് തീർച്ചയായിട്ടും നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. അവിടെയും അടിസ്ഥാനപരമായ കാര്യം ദൈവത്തിന്റെ വിശ്വാസയോഗ്യത, ട്രസ്റ്റ് വർദിനെസ് ആൻഡ് റിലയബിലിറ്റി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ ആശ്രയിക്കാൻ കൊള്ളാവുന്ന സ്വഭാവം, ദൈവത്തിന്റെ ആ മാറ്റമില്ലായ്മ, അതിൽ നാം ശരണപ്പെടണം. നമുക്ക് വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാനുള്ള വേറൊരു ബുദ്ധിമുട്ട് ഈ പറഞ്ഞതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇപ്പൊ പറഞ്ഞത് ഒന്ന് ഡിലേ, താമസം. പിന്നെ പറഞ്ഞത് സംഭവ്യത കുറവ്, സംഭവിക്കാനുള്ള സാധ്യത കുറവ്. അടുത്ത് പറയാൻ പോകുന്നത് ഇമ്പോസിബിലിറ്റിയാണ്, അസാധ്യം. ഇത് നടക്കുകയല്ല. ഈ സംഭവിക്കാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞാലും വല്ലച്ചാതിയും സംഭവിച്ചെന്ന് വരാം, അല്ലേ? അങ്ങനെ ഒരു ഇതുണ്ട്. ഡിലേ ആണെന്ന് പറഞ്ഞാലും താമസിച്ചതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ താമസിച്ചാണേലും നടന്നെന്ന് വരാം. എന്നാൽ അടുത്ത് പറയാൻ പോകുന്ന തടസ്സം ഒരു പരിഹാരമുള്ള തടസ്സമല്ല. എന്താ അത്? ഇമ്പോസിബിലിറ്റി, അസാധ്യമായ കാര്യം. ദൈവത്തിന്റെ ചില വാഗ്ദത്തങ്ങൾ നോക്കുമ്പോൾ അസാധ്യമാണെന്ന് തോന്നുന്നു. ഒരു നിലയിലും നടക്കുകയില്ല. താമസം ഉണ്ടെന്നല്ല, സംഭവിക്കാൻ ബുദ്ധിമുട്ടാണെന്നല്ല, ഒരു നിലയിലും നടക്കുകയില്ല. അങ്ങനെയുള്ള ചില രംഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ നിറവേറാൻ ബുദ്ധിമുട്ടാണെന്നല്ല, താമസമാണെന്നല്ല, ഒക്കുകയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം അബ്രഹാമിന്റെ ജീവിതത്തിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അബ്രഹാമിന്റെ ജീവിതത്തിൽ 12-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി 12:2 മകൻ ജനിക്കും എന്നുള്ള വാഗ്ദത്തം ദൈവം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പിന്നീട് ആ മകനിൽ നിന്ന് സന്തതി ഉളവാകും. അതും ദൈവം ആദ്യം തന്നെ പറഞ്ഞു, സന്തതി ഉളവാകും എന്നൊക്കെ ദൈവം പറഞ്ഞു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് ഒരു നിമിഷം വരിക. എബ്രായ ലേഖനം 11-ാം അധ്യായം, അതിൻ്റെ 11-12 നമ്മൾ 11-ാമത്തെ വാക്യം വായിച്ചല്ലോ. 11-12 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അതിൻ്റെ 17 മുതൽ ഇനിയൊന്ന് വായിക്കാം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസാക്കിനെ യാഗമർപ്പിച്ചു. ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഈ 18-ാം വാക്യം നിങ്ങൾ കണ്ടോ? അവിടെയും 2 പ്രാവശ്യം വാഗ്ദത്തം എന്ന് പറയുന്നുണ്ട്. ഒന്ന് അരുളപ്പാട്, മറ്റേത് വാഗ്ദത്തം. ദൈവത്തിന്റെ വാഗ്ദത്തം. എന്താ ദൈവത്തിന്റെ വാഗ്ദത്തം? ഇസാക്ക് ഉണ്ടാകും എന്ന വാഗ്ദത്തമുണ്ട്. പിന്നെ ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നിനക്ക് മകനുണ്ടാകും, ആ മകനിൽ നിന്ന് വലിയൊരു സന്താന പരമ്പര ഉണ്ടാകും. അതാണ് വാഗ്ദത്തം. പക്ഷേ അത് ഇമ്പോസിബിളാണ്, അത് നടക്കുകയില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തത്? ആ മകനെ യാഗം അർപ്പിക്കണം. ഇസാക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടോ? യാഗം അർപ്പിക്കാൻ പറയുമ്പോൾ ഇല്ല. ഉൽപ്പത്തി 22 ഏത് മകനിൽ നിന്ന് നിനക്ക് അനേക സന്തതികൾ ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞു, ആ മകൻ വിവാഹിതനാകുന്നതിനും ഒരു കുഞ്ഞുപോലും ഉണ്ടാകുന്നതിന് മുമ്പ് അവനെ യാഗം അർപ്പിക്കണം, അവനെ കൊല്ലണം. അപ്പൊ ഇനി വല്ല മാർഗമുണ്ടോ? ഇനി വല്ല മാർഗമുണ്ട്? ഇമ്പോസിബിൾ സിറ്റുവേഷൻ, അസാധ്യം. ഒരു നിലയിലും ഇസാക്കിൽ നിന്ന് സന്തതി ഉണ്ടാകുകയില്ല. കാരണം ഇസാക്ക് ചാകുക, പിന്നെ എങ്ങനെ സന്തതി ഉണ്ടാകുന്നത്? ഇപ്പൊ നമുക്ക് അറിയാം ഇസാക്കിനെ ഉയർപ്പിച്ചു എന്നുള്ളത്, അല്ലേ? എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം, ഇസാക്കിനെ ഉയർപ്പിച്ചില്ല, യാഗം കഴിച്ചില്ല, ആ സന്ദർഭം നമുക്കറിയാം. എന്നാൽ ഉയർപ്പിച്ചവനെ പോലെ തിരികെ ലഭിച്ചു.
ആ സന്ദർഭത്തിന് മുൻപ് ആര് ഒറ്റ മരിച്ചയാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം. ഇതിനു മുമ്പ് മരിച്ചയാൾ ഉയർത്തെഴുന്നേൽക്കുക എന്നൊരു കാര്യം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അബ്രഹാമിന് പറയാൻ പറ്റത്തില്ല, ഇന്നാള് ചാക്കോച്ചന്റെ മോന് മരിച്ചിട്ട് ഉയർപ്പിച്ചായിരുന്നു, അതുകൊണ്ട് ഇനി ഞങ്ങളുടെ മോൻ മരിച്ചാൽ ഉയർപ്പിക്കും ദൈവം എന്ന് പറയാൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? ഇതിനു മുമ്പ് ആരെയും ദൈവം ഉയർപ്പിച്ചിട്ടില്ല. മരിച്ച ആരും ഉയർത്ത ചരിത്രം ഇതിനു മുമ്പില്ല. നമുക്കൊക്കെ പല പിതാക്കന്മാരുടെ അനുഭവങ്ങളുണ്ട്. ദൈവം നടത്തും. എങ്ങനെ നടത്തും? ഞങ്ങളുടെ അപ്പനെ നടത്തി, എന്നെയും നടത്തും. എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ച് ദൈവം ഉയർപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞകാല ചരിത്രങ്ങളോ തെളിവുകളോ ഇല്ല. ആരെയും ഇതിനു മുമ്പ് ഉയർപ്പിച്ചിട്ടില്ല. അപ്പോഴാണ് അബ്രഹാം വിശ്വസിക്കുന്നത്. എന്ത്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് 19-ാം വാക്യം, ഉയർപ്പിപ്പാൻ ദൈവൻ ശക്തനെന്ന് എണ്ണി. അതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ മഹത്വം. വിശ്വാസികളുടെ പിതാവ് എന്നൊക്കെ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. പല നിലയിലുള്ള വിശ്വാസം പല ഘട്ടങ്ങളിൽ അബ്രഹാം പ്രദർശിപ്പിച്ചു. എന്നാൽ ഏറ്റവും വലിയൊരു വിശ്വാസം പ്രദർശിപ്പിച്ചത് ഇവിടെയാണ്. പ്രായമായിട്ടും മകൻ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചത് വലിയ വിശ്വാസമാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു വിശ്വാസമാണ് മരിച്ച മകനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കും, അവനിൽ നിന്ന് സന്തതി ഉണ്ടാകുമെന്ന് അബ്രഹാം വിശ്വസിച്ചത്. അവൻ മരിച്ചില്ല, നമുക്ക് കഥയൊക്കെ അറിയാം. എന്നാൽ അബ്രഹാമിന്റെ ദൃഷ്ടിയിൽ ദൈവം അവനെ കൊല്ലാനായിട്ട് പറഞ്ഞു, അവനെ കൊല്ലാൻ പോവുകയാണ്, യാഗമർപ്പിക്കും. പക്ഷെ പിന്നെ എങ്ങനെ സന്തതി ഉണ്ടാവും? മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനിൽ നിന്ന് സന്തതി ഉണ്ടാവും. ഇംപോസിബിൾ സിറ്റുവേഷൻ. എന്നാൽ ഇവിടെ ഒരു കാര്യം തെളിയുന്നത്, there is nothing called impossible with God. മനുഷ്യരാൽ അസാധ്യമായത് പലത് കാര്യം, പക്ഷേ ദൈവത്താൽ എല്ലാം സാധ്യം. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? Is anything too hard for the Lord? അപ്പോ ഇംപോസിബിൾ എന്നൊരു വാക്ക് ദൈവത്തിന്റെ ദൃഷ്ടിയിലില്ല. ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ അസാധ്യം എന്നൊരു വാക്കില്ല. നമ്മുടെ ദൃഷ്ടിയിലുണ്ട്. ഇവിടെ നോക്കുക, അസാധ്യമായൊരു സിറ്റുവേഷൻ. മകനിൽ നിന്ന് സന്തതി ഉണ്ടാവും, അതിനു മുമ്പേ അവനെ കൊല്ലണം, അവന്റെ ജീവൻ അവസാനിക്കുകയാണ്, പിന്നെ എങ്ങനെ സന്തതി ഉണ്ടാകും? അസാധ്യമായ സാഹചര്യം. പക്ഷേ അബ്രഹാം വിശ്വസിച്ചു, ദൈവം അവനെ ഉയർപ്പിക്കാൻ ശക്തനെന്ന് വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങൾ വരും. എങ്ങനെ ചിന്തിച്ചാലും ഇത് നടക്കുകയില്ല. പക്ഷെ ദൈവത്തിന് വഴിയുണ്ടാക്കാനായിട്ട് കഴിയും. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവമാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അത് തെളിഞ്ഞിരിക്കുക. മുൻപ് ആരും ഉയർത്ത ചരിത്രമില്ലെങ്കിലും ദൈവം വാക്ക് പറഞ്ഞെങ്കിൽ, അരുളി ചെയ്തെങ്കിൽ അത് ദൈവം നിവർത്തിക്കും. ഇമ്പോസിബിൾ ആയിട്ടുള്ള വേറൊരു സിറ്റുവേഷൻ കൂടെ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദിവസത്തിൽ അസാധ്യമെന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ള വേറൊരു സാഹചര്യം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കള് മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സമുദ്രത്തിനരികെ പാളയം ഇറങ്ങിയിരിക്കുകയാണ്. അവര് കടലിന്റെ കരയിൽ വന്ന് നിൽക്കുക. കടലിന്റെ കരയിൽ വന്ന് നിൽക്കുക. പുറകെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫറവോൻ അടുത്ത് വരികയാണ്. ഇവര് തലപൊക്കി നോക്കിയപ്പോൾ മിസ്രയീമർ പിന്നാലെ രഥങ്ങളും ഒക്കെ ആയിട്ട് വരികയാണ്. ഇനി ചാകുകയല്ലാതെ, മരിക്കുകയല്ലാതെ യാതൊരു സാധ്യതയും ഇല്ല. ഇത് ഇമ്പോസിബിൾ ആണോ? പോസിബിൾ ആണോ? ഇമ്പോസിബിൾ അല്ലേ? കടലിന് മുമ്പിൽ വന്ന് നിൽക്കുക. കടലിൽ കൂടി അക്കരെ കിടക്കുക എന്നുള്ളത് സാധിക്കാൻ പ്രയാസമാണെന്നാണോ, സാധിക്കാൻ അസാധ്യമാണെന്നാണോ? ഇത് ഇംപ്രോബബിൾ ആണോ, ഇമ്പോസിബിൾ ആണോ? ഇത് ഇമ്പോസിബിൾ ആണ്. അല്ലാതെ സാധിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നല്ല. കടലിൽ ക്രോസ് ചെയ്ത് ആരും പോയിട്ടില്ല, അങ്ങനെ പോകാനൊക്കെ ഇല്ല, അത് അസാധ്യമാണ്. ഇസ്രായേൽ മക്കൾ അങ്ങനെ ഒരു രംഗത്ത് വന്നിരിക്കുക. മാത്രമല്ല, പുറകിൽ നിന്ന് ഫറവോനും സൈന്യവും അടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ദൈവം എങ്ങനെ പ്രവർത്തിക്കും? നമുക്കറിയാം, ദൈവം ഇസ്രായേൽ മക്കൾ കൊടുത്ത വാഗ്ദത്തം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലൊക്കെ ദൈവം വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. എന്താ വാഗ്ദത്തം കൊടുത്തേ? ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നാക്കും. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ
ദൈവം പ്രത്യക്ഷനായപ്പോൾ വ്യക്തമായിട്ട് ആ നിർദ്ദേശമല്ല, വാഗ്ദത്തം ദൈവം കൊടുക്കുക. നിങ്ങളെ ഇവിടെ നിന്ന് മിസ്രയിൽ നിന്ന് വിടുവിച്ച് ഇന്നവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകും. പുറപ്പാട് 6:8 ഒന്ന് നോക്കിയേ. അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. അതിനുള്ള യാത്രയാണിപ്പോൾ. ഈ വാഗ്ദത്തം നിവർത്തിക്കാനുള്ള യാത്രയാണ്. പക്ഷെ യാത്രയുടെ പകുതി വഴിയല്ല, അല്പം ചെന്നപ്പോൾ ഇമ്പോസിബിലിറ്റി വന്നു, അസാധ്യമായ സാഹചര്യം വന്നു. ഇനി എങ്ങനെ ഇവരെ അക്കരെ കൊണ്ടെത്തിക്കും? എങ്ങനെ കനാൻ ഇവർക്ക് കൊടുക്കും? ദൈവം ചെയ്ത വാഗ്ദത്തം എങ്ങനെ നിവർത്തിക്കും? ആ വാഗ്ദത്തം നിവർത്തിക്കാൻ ഒരു സാധ്യതയില്ലെന്ന് മാത്രമല്ല, അസാധ്യമാണ്. കടലിന്റെ മുമ്പിൽ അത് അസാധ്യമാണ്. എന്നാൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ആളുകൾ പറഞ്ഞ വാക്കുകളൊക്കെ അവിടെ ഉണ്ട്. 11-ാം വാക്യത്തിലുണ്ട്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൊണ്ടുവന്നത്? ഞങ്ങളെ കൊല്ലാനാണോ നീ കൊണ്ടുവന്നത്? എന്നാൽ പ്രിയപ്പെട്ടവരെ, പിന്നീട് സംഭവിച്ച കാര്യം നമുക്കറിയാം. 15-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയോട് പറയാണ്, മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, ഗോ ഫോർവേഡ്. ദൈവത്തിന് ഏത് കാലത്തും നമ്മോട് പറയാനുള്ളതാ. പുറകോട്ട് പോകാൻ ദൈവം ആരോടും പറയുന്നില്ല. ഗോ ഫോർവേഡ്, മുമ്പോട്ട് പോവുക. വാഗ്ദത്തം ദൈവം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അത് നിവർത്തിക്കുവാൻ അസാധ്യമാണെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. എങ്കിലും എന്ത് ചെയ്യണം? എങ്കിലും ദൈവം വാഗ്ദത്തം ചെയ്തുകൊണ്ട് മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാലിൽ കൊണ്ട് എത്തിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് വിശ്വസിച്ച് നീ ചുവടുകൾ മുമ്പോട്ട് വെക്കുക. കടലിനെ പിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ 15-ാം അധ്യായത്തിന്റെ 14 കഴിഞ്ഞ അവര് 15-ാം അധ്യായത്തിൽ പാട്ട് പാടുന്നുണ്ട്. ആ പാട്ടിൽ രസകരമായ ഒരു പ്രയോഗമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. 15-ാം അധ്യായത്തിന് 10 പുറപ്പാട്, നിന്റെ കാറ്റിനെ നീ ഊതിച്ചു. ആ പ്രയോഗം കണ്ടോ? നിന്റെ കാറ്റിനെ നീ ഊതിച്ചു. കാറ്റ് ഊതിച്ചെന്നല്ല, പിന്നെ നിന്റെ കാറ്റ്. നമ്മളങ്ങനെ പറയോ? ഇന്ന് എൻ്റെ കാറ്റ് ഭയങ്കരമായിട്ട് ഊതി എന്നാരെങ്കിലും പറയോ? കാറ്റ് ഊതിയെന്നേ പറയുള്ളൂ, എൻ്റെ കാറ്റല്ല. ഇവിടെ പറയാ നിന്റെ കാറ്റ്. കാറ്റ് ആരുടെ വകയാ? അവൻ്റെ വീട്ടുവകയാ, അവൻ്റെ ആ കാറ്റ്, നിന്റെ കാറ്റ്. കർത്താവ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ അവൻ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുമെന്ന് പറഞ്ഞിടത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അവൻ തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും. സൂര്യൻ ആരുടെയാ? അവൻ്റെ വകയാ. എൻ്റെ സൂര്യൻ കിഴക്കുദിച്ചു എന്ന് നമ്മളാരും പറയല്ല, സൂര്യൻ ഉദിച്ചെന്നേ പറയൂ. എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ തൻ്റെ സൂര്യനെ ഉദിപ്പിക്കും. ഇവിടെ നാം വായിച്ച ഈ പുറപ്പാട് 14-ലും അതിൻ്റെ 20-ലുണ്ട്, അവൻ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. അതിന് കഴിവുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, അസാധ്യമെന്ന് തോന്നുന്ന ഈ സാഹചര്യത്തിലും വാഗ്ദത്തം നിവർത്തിക്കുക ദൈവത്തിന്റെ ജോലിയാണ്. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ സാധ്യമാക്കി തീർത്ത് തൻ്റെ കാറ്റിനെ ഊതിച്ച് രാത്രിയെ പകലാക്കി പ്രകാശമാക്കി കൊടുത്ത് ചെങ്കടലിനെ 2ആയിട്ട് വിഭജിച്ച് അതിൽ കൂടെ ജനത്തെ നടത്തി തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട്. ആ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. അപ്പാരന്റിലെ താമസം തോന്നിയേക്കാം, അപ്പാരന്റ് ഇംപ്രോബബിലിറ്റി, സംഭവിക്കാനുള്ള സാധ്യത കുറവെന്ന് തോന്നിയേക്കാം, അപ്പാരന്റ് ഇംപോസിബിലിറ്റി, അസാധ്യമെന്ന് തോന്നിയേക്കാം. പക്ഷേ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ അവൻ വിശ്വസ്തൻ. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? സാരൊക്കെ ചെയ്തതുപോലെ വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കും. താമസം വരാം, സംഭവിക്കാനും തോന്നാം, അസാധ്യമെന്നും തോന്നാം. പക്ഷേ ദൈവത്തെ വിശ്വസിച്ച് മോശയോട് ദൈവം പറഞ്ഞ പോലെ മുമ്പോട്ട് പോകാം. ജീവിതത്തിൽ ആരും പുറകോട്ട് പോകല്ലേ, ആരും മടുത്തു പോകല്ലേ, എല്ലാവരും മുമ്പോട്ട് പോകണം. കാരണം വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കാൻ ശക്തനാണ്. അവന് നിവർത്തിക്കും. ആ വിശ്വാസത്തോടെ നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് മുമ്പോട്ട് നയിക്കാം. ദൈവം നമ്മെ സഹായിക്കും.